ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല തനി നാടൻ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് സൈഡിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ 1 കിലോ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നു, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. എന്നിട്ട് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അത്രയും നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ചേർത്ത് ഇളക്കിയെടുത്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പം അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ആദ്യമേ തന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പം ആവശ്യത്തിന് 1.5 കിലോ കപ്പ കൊത്തി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേവിക്കാൻ ആവശ്യമായുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. വെള്ളത്തിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഒരുപാട് കട്ടുള്ള കപ്പയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം വെന്ത് ഊറ്റേണ്ടി വരും. അപ്പൊ അതവിടെ ഇങ്ങനെ നന്നായിട്ട് തിളച്ചു വേവട്ടെ. അപ്പൊ നമുക്ക് ഈ കപ്പ വേകുന്ന അതേ സമയത്ത് തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പീസസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം മാത്രം, അതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കുക്കർ വിസിലൊക്കെ അടിച്ച് നമുക്കതെന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇത് ബീഫിൽ ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ വിഭവങ്ങളാകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിലേക്ക് 4 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ആണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പം ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നിടം വരെ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത്ര സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് കഴിഞ്ഞു. കണ്ടത് അങ്ങനെ പ്രസ് ചെയ്തപ്പോൾ നന്നായിട്ട് ഞെങ്ങി വരുന്നുണ്ട്. അത് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റി എടുത്തു വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതിൻ്റെയും ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് എപ്പോഴും ടേസ്റ്റ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കുന്നു. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ ആ ബീഫിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ചും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കും. ചിലർ ഈ ഒരു പരുവത്തിൽ തന്നെ കപ്പ ചേർത്ത് എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ വേവിച്ച ആ പാത്രത്തിലേക്ക്, നല്ല വലിപ്പമുള്ള പാത്രമാണ്, അതിലേക്ക് ഞാൻ ഈ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് നിരത്തി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് നേരത്തേക്കിനൊന്ന് അടച്ചു വെക്കുന്നു. ഈ സമയത്ത് നമുക്ക് വറവിനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ച് എടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. ചെറുതീയിൽ നമ്മൾ വെച്ചിരുന്ന കപ്പയിലേക്ക് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ആ വറവിൻ്റെ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ഒരു അതും കൂടി ഇതിലേക്ക് യോജിച്ച് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ചിലർ തേങ്ങ വറുത്ത് ചേർക്കാറില്ല, പക്ഷേ ഇങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്നത് മണവും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു ടിപ്പ് കൂടെ ട്രൈ ചെയ്ത് നോക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നു. ഒരു 5 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി, നല്ല കോല് കൊണ്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കുഴച്ച് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കാണിക്കുന്നേ ഉള്ളൂ. ക്യാമറ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇരുന്ന് നല്ലോണം ഇളക്കിയെടുത്ത് കുഴച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കിത് കണ്ടോ, ആ ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് വിളമ്പാം. നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി മണം ഒക്കെ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാനിതിൽ ഒരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സത്യം പറയാമല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക. കൂടെ ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എൻ എസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.